സുഹൃത്ത് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം മോദിയുടെ എല്ലാ ഇമേജും ഇടിഞ്ഞു കൂപ്പുകുത്തുകയാണ്. ഇപ്പോഴിതാ മോദിയെ വെല്ലുവിളിച്ച് പരസ്യമായി ട്രംപ് രംഗത്തെത്തുമ്പോൾ ഇതാദ്യമായിട്ടാണ് എന്ന് തന്നെ പറയാം നമ്മുടെ പ്രധാനമന്ത്രിമാരിൽ ഒരാൾ ഇങ്ങനെ നാണം കെട്ടുപോകുന്നത്. അമേരിക്കയിൽ നിന്നുള്ള ഫണ്ട് UPA ഭരണകാലത്ത് വാരിക്കൂട്ടിയെന്ന് BJP ഇവിടെ പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അടുത്ത വെടി മോദിക്കിട്ട് സുഹൃത്ത് എന്ന് പറയുന്ന ട്രംപ് പൊട്ടിച്ചത്. ഇതോടെ വീണ്ടും കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ പരിഷ്കരിച്ച റിപ്പോർട്ട് പുറത്തുവിട്ട് ഈ ഫണ്ടൊക്കെ രാജ്യ പുരോഗതിക്കായിട്ട് 7 പദ്ധതികൾക്ക് വിഹിതം വെച്ചിരിക്കുകയാണ് എന്നും അതിൽ കൃഷിയും ആരോഗ്യവും ഒക്കെ ഉൾപ്പെടുന്നു എന്ന അടുത്ത നുണക്കഥയും മോദി മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ 84 തവണയാണ് കഴിഞ്ഞ വർഷം മാത്രം ഇന്റർനെറ്റ് നിരോധിച്ചത്. വർഗീയതയുടെ പേരിലും പ്രതിഷേധങ്ങൾ അരങ്ങേറിയതിന്റെ പേരിലുമൊക്കെയാണ് ഇന്റർനെറ്റുകളെ കേന്ദ്രം ഇല്ലാതാക്കിയത്. അതിനു പിന്നാലെ നടന്നത് പൈശാചികമായ ക്രൂരകൃത്യങ്ങളായിരുന്നു എന്ന് മണിപ്പൂരിന്റെ ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചതിലൂടെ നമ്മൾ കണ്ടതുമാണ്. മോദി ഭരണത്തിന് പിന്നാലെയാണ് ഇത്രയും വലിയ മനുഷ്യാവകാശ ലംഘനം സംഭവിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 2024 ഇന്ത്യയിൽ 84 തവണ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ട്. ലോകരാജ്യങ്ങളിൽ ഇന്ത്യ 2ാമതാണ് എന്നും ഡിജിറ്റൽ റൈറ്റ്സ് സംഘടനയായ ആക്സസ് നൗവിന്റെ റിപ്പോർട്ടും പറയുന്നുണ്ട്. സൈനിക ഭരണകൂടം 85 തവണ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയ മ്യാൻമറാണ് പട്ടികയിൽ 1ാമത്. 2023 116 ഇന്റർനെറ്റ് നിരോധനമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. 2024 ഇതിൽ കുറവുണ്ടായി എങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ കണക്ക് കൂടിയാണിത്. ഇന്ത്യയിൽ 16 സംസ്ഥാനങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കലാപം തുടരുന്ന മണിപ്പൂരിൽ 21, ഹരിയാനയിലും ജമ്മു കാശ്മീരിലും 12 വീതം എന്നിങ്ങനെയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. ആകെ 84 നിരോധനങ്ങളിൽ 41 എണ്ണം പ്രതിഷേധങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ടതും 23 എണ്ണം വർഗീയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടതുമായിരുന്നു. കഴിഞ്ഞ വർഷം സർക്കാർ ജോലികൾക്കായി നടത്തിയ പരീക്ഷണങ്ങൾക്കിടെ 5 തവണ ഇന്റർനെറ്റ് വിച്ഛേദിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2024 54 രാജ്യങ്ങളിലായി ആകെ 296 ഇന്റർനെറ്റ് നിരോധനങ്ങളാണ് രേഖപ്പെടുത്തിയത്. 2023 ആകെ 283 നിരോധനങ്ങൾ ഉണ്ടായിരുന്നു. വർഷാവർഷം സംഘർഷങ്ങൾ, പ്രതിഷേധങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ, പരീക്ഷകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലാണ് നിരോധനം ഏർപ്പെടുത്തി എന്നും റിപ്പോർട്ടുണ്ട്. 24 21 നിരോധനങ്ങളുമായി പാകിസ്ഥാനാണ് പട്ടികയിൽ 3ാമതുള്ളത്. റഷ്യയിൽ 13, യുക്രൈനിൽ 7, പലസ്തീനിൽ 6, ബംഗ്ലാദേശിൽ 5 തവണയാണ് നിരോധനം. 2024 രേഖപ്പെടുത്തിയ മൊത്തം നിരോധനങ്ങളുടെ 64%-ലധികവും മ്യാൻമർ, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലാണ് എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇന്റർനെറ്റ് നിരോധനങ്ങൾ തുടരുന്ന രാജ്യങ്ങൾ അവയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ഉത്തരവാദിത്വം വഹിക്കുകയും ഇതിന്റെ ഇരയായവർക്ക് പരിഹാരം ഉറപ്പാക്കുകയും ചെയ്യണമെന്നുമാണ് ഈ റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത്. ഇന്റർനെറ്റ് നിരോധനത്തിന്റെ മറവിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ചെയ്യുന്നവരെയും അവരുടെ സഹായികളെയും ലഭ്യമായ എല്ലാ നീതിമാർഗങ്ങളിലൂടെയും സർക്കാരുകൾ, അന്താരാഷ്ട്ര സമൂഹവും പിടികൂടണമെന്നുമാണ് അവസാനം ഈ റിപ്പോർട്ട് പറഞ്ഞു വെക്കുന്നത്.